വാഗ്ദാനം കിട്ടിയവർക്ക് പോലും ആ പ്രതീക്ഷയില്ലായിരുന്നു. ഒരു ദിവസം പ്രവാചകന്റെ ഉത്തമനായ രനിയായി അത്താഉസ് സൽമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നന്നായി പുതപ്പ് തുന്നാൻ കഴിയുന്ന ഒരാളായിരുന്നു. നല്ല സുന്ദരമായി വസ്ത്രം തുന്നാൻ കഴിയുള്ള അത്താഉസ് സൽമി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമനായ രനുജരൻ, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ധനികനായ ഒരു കച്ചവടക്കാരൻ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്കൊരു പുതപ്പ് തുന്നി തരണം. ആ പുതപ്പിന്റെ നൂലുകൾ സ്വർണം കൊണ്ടുള്ളതായിരിക്കണം, അത് ഇന്ന ക്വാളിറ്റികളൊക്കെ ഉണ്ടാകണം. അപ്പൊ ഇയാൾ ദീർഘമായ യാത്രകൾ ചെയ്തു, ഒരുപാട് പ്രയാസപ്പെട്ട് സുന്ദരമായ പുതപ്പ് തുന്നി. ആ പുതപ്പ് പോലത്തെ ഒരു പുതപ്പ് ജീവിതത്തിൽ അദ്ദേഹം തുന്നിയിരുന്നില്ല. അങ്ങനെ ഈ കച്ചവടക്കാരൻ വന്നു, പുതപ്പ് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. ഒരു കുറ്റവും പറയാനില്ല, അതിനെക്കുറിച്ച് ഒരു കുറവും പറയാനില്ല. അവസാനം ഇയാൾ പറഞ്ഞു, ഇതിന്റെ നീളം ഒരല്പം കൂടിയിരുന്നെങ്കിലും നന്നായിരുന്നു, ഇതിന്റെ നീളം ഒന്ന് കുറഞ്ഞിരുന്നെങ്കിലും നന്നായിരുന്നു, ഇതിന്റെ ഈ നൂലൊന്ന് ഇപ്പുറത്തായിരുന്നെങ്കിലും നന്നായിരുന്നു. ഇങ്ങനെ നൂറുകണക്കിന് കുറ്റങ്ങൾ ഇയാൾ പറയാൻ തുടങ്ങി. ഇത് കേട്ട അത്താഉസ് സൽമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് വരാൻ തുടങ്ങി. ഈ കച്ചവടക്കാരൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയണത്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ വില തരില്ലെന്ന് കരുതിയത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ സംഖ്യ തരില്ലെന്ന് കരുതിയത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? അതോ നിങ്ങൾ ഇത്രമാത്രം ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്തൊരു പ്രവർത്തനത്തിന് ഇത്രയധികം ന്യൂനതകൾ പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? അത്താഉസ് സൽമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, അതിനല്ല ഞാൻ കരയുന്നത്. നിങ്ങൾ ഇതിനൊരു രൂപ പോലും എനിക്ക് പ്രതിഫലം തന്നിട്ടില്ലെങ്കിലും എനിക്കതിന് പ്രശ്നമില്ല. പക്ഷെ ഒരു നിമിഷം ഞാൻ പടച്ചവനെ കുറിച്ച് ഓർത്തുപോയി, ഒരു നിമിഷം അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. ഏറെ പ്രതീക്ഷയോടെയും ഏറെ ആവേശത്തോടെയും ഈ ദുനിയാവിൽ ഞാൻ തുന്നിയൊരു പുതപ്പ്, ഞാനൊരു കുറ്റവും ഇതിന് കണ്ടിട്ടില്ല, ഞാനൊരു കുറവും ഇതിന് കണ്ടിട്ടില്ല. നിസാരമായി ദുനിയാവിൽ ഈ പുതപ്പിനെ സംബന്ധിച്ച് ഇത്രമാത്രം ന്യൂനതകൾ എന്നോട് താങ്കൾ പറഞ്ഞുവെങ്കിൽ ഒരു നിമിഷം ഞാൻ പരലോകത്തെ കുറിച്ച് ഓർത്തുപോയി, അള്ളാഹുവിന്റെ കോടതിയെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. ഞാൻ കുറെ നിസ്കരിച്ച പ്രവർത്തനങ്ങളും, ഞാൻ കുറെ നോറ്റ നോമ്പുകളും, ഞാൻ കുറെ ചെയ്ത സൽക്കർമ്മങ്ങളും, ഞാൻ കുറെ സംഘടിപ്പിച്ച ഖുർആൻ ക്ലാസുകളും, ഞാൻ കുറെ സംഘടിപ്പിച്ച വേലുകളും, ഞാൻ കുറെ പങ്കെടുത്ത ഖുർആൻ ക്ലാസുകളുടെ കണക്കുകളും കൊണ്ട് ആ പടച്ചവന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. ഇന്ന് ഈ ദുനിയാവിൽ നിസാരമായി പുതപ്പ് ഒരു കുറ്റവുമില്ലെന്ന് ഞാൻ കരുതി ഈ പുതപ്പിനെ കുറിച്ച് നൂറുകണക്കിന് കുറ്റങ്ങൾ എന്നോട് താങ്കൾ പറഞ്ഞെങ്കിൽ എന്റെ നിസ്കാരത്തെക്കുറിച്ചും എന്റെ നോമ്പിനെക്കുറിച്ചും എന്റെ ദാനധർമ്മങ്ങളെക്കുറിച്ചും എന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അള്ളാഹു എന്നും മാർക്കിടാൻ തീരുമാനിച്ചാൽ എന്റെ ഗതികേട് എന്താണെന്ന് ഒരു നിമിഷം ഞാനൊന്ന് ആലോചിച്ചു പോയി. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ജുമാ നിസ്കാരത്തിന്റെ പ്രാധാന്യവും പേറി പടച്ചവന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോ ആ പ്രതിഫലത്തിന് മാർക്കിടാൻ പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിസാരമായ പുതപ്പിന്റെ മാർക്ക് കുറഞ്ഞതുപോലെ എന്റെ പ്രവർത്തനത്തിനെങ്ങാനും മാർക്കുകൾ കുറയുകയാണെങ്കിൽ ആ പരലോകത്തെ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഈ പുതപ്പ് തന്ന സന്ദർഭത്തിൽ എന്റെ മനസ്സ് ബേജാറാകാനും സങ്കടപ്പെടാനും ഉണ്ടായ കാരണമെന്ന് അദ്ദേഹം മറുപടി പറയുന്നു. മാത്രമല്ല, ജീവിതത്തിന്റെ ഏത് രംഗത്തും എത്രമാത്രം നന്മകൾ പ്രവർത്തിച്ചാലും അവർക്കൊന്നും ചെയ്തതായി തോന്നിയിട്ടില്ല. നമ്മളോ നിസാരമായി എന്തെങ്കിലും ചെയ്ത ഉടനെ ഞങ്ങൾ ഇത്രമാത്രം ചെയ്തില്ലേ, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തില്ലേ, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ട് ആളുകളെ കൊണ്ടുപോയില്ലേ, ഒരുപാട് പ്രവർത്തനങ്ങളായില്ലേ ഞങ്ങൾ ചെയ്യണത്, എന്നും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രവർത്തനത്തിന്, എന്നും ഞങ്ങളല്ലാതെ വേറെ ആരുമില്ലേ പ്രവർത്തനത്തിന്, കുറെ ആളുകളെയൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കും, എന്നിട്ട് അവരോടൊക്കെ നിങ്ങൾ പറ എന്തിനാ ഞങ്ങൾ മാത്രമെന്നും ഈ സമ്പത്ത് ചെലവഴിക്കാനും, ഞങ്ങൾ മാത്രമെന്നും ആരോഗ്യം ചെലവഴിക്കാനും, ഞങ്ങൾ മാത്രമെന്നും ഈ പരിപാടികൾക്ക് വാഹനം കൊണ്ടുവരാനും എന്ന് ഞങ്ങൾ തന്നെയുള്ളൂ, ഒരുപാടല്ലേ ഞങ്ങൾ പ്രവർത്തിക്കാറായിട്ട്. അങ്ങനെ നമ്മൾ ധാരാളത്തിന് കണക്ക് പറയും. പക്ഷെ നിങ്ങൾ ആലോചിക്ക്, ധാരാളമായി ചെയ്തവർക്ക് പോലും അത് അനുഭവപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കറിയോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ച് ഒരു ദിവസം അദ്ദേഹം മദീനയിലെ പ്രവാചകന്റെ ഉത്തമനായ അനുചരനായിരുന്നു, സാഹിബുസ് സിർറ്, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മുനാഫിക്കുകളെ കുറിച്ച് ഇന്നാള് മദീനത്തെ മുനാഫിക്കാണ്, ഇന്നാള് മദീനയിലെ മുനാഫിക്കാണ്, ഇന്നാള് മദീനയിലെ മുനാഫിക്കാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ഈ വാർത്ത കേട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നസത്തുക ബില്ലാഹ് ഹൽ സമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഹി. ഹുദൈഫ, പടച്ചോനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരൊറ്റ കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ, മദീനത്തെ മുനാഫിക്കുകളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പേരെങ്ങാനും അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയോ? ആരാ ചോദിക്കണത്? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ വിശദീകരിക്കട്ടെ. മെഹ്റാജിന്റെ യാത്രയിൽ ഞാൻ സ്വർഗത്തിൽ കടന്നു, സ്വർഗത്തിൽ വലിയൊരു കൊട്ടാരം ഞാൻ കണ്ടു. ആ കൊട്ടാരം ആരുടേതാണെന്ന് എന്റെ കൂടെയുള്ളവരോട് ഞാൻ ചോദിച്ചു. അവര് പറഞ്ഞു, അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കൊട്ടാരമാണ്. എനിക്കതിലൊന്ന് പ്രവേശിക്കണം എന്ന ആഗ്രഹമുണ്ടായി, പക്ഷെ ഞാനതിൽ പ്രവേശിച്ചില്ല.
എന്താ കാരണമെന്നറിയോ? ക്ഷിപ്രകോപിയായ ഉമർ ഇബ്നു ഖത്താബിനെങ്ങാനും ആ കൊട്ടാരത്തിലേക്ക് ഉമറിന്റെ അനുവാദമില്ലാതെ ഞാൻ പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന ഭയപ്പാട് കൊണ്ടാണ് ഞാനതിൽ പ്രവേശിക്കാതിരുന്നത്. സ്വർഗത്തിലൊരു മണിമാളികയുണ്ടെന്ന് നബിയുടെ നാവിലൂടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്വഹാബി വീണ്ടും പ്രവാചകൻ തന്നെ പറയട്ടെ, മദീനയിലൊരു വഴിയിലൂടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്നത് ഇബ്ലീസ് എങ്ങാനും കണ്ടാൽ പിശാച് ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ സഹാബി വീണ്ടും പ്രവാചകൻ തന്നെ പറയട്ടെ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരിക്കുമെന്ന് പ്രവാചകൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത സഹാബി. എന്നിട്ട് ഹുദൈഫ, മദീനത്തെ മുനാഫിക്കുകൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തില് എന്റെ പേരെങ്ങാനും അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയോ എന്ന ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന് എന്ത് കണക്ക് പറയാനാ സഹോദരങ്ങളുള്ളത്?